അടുത്തത് ലിമിറ്റേഷൻസ് ആണ്. ഒരു എൽ സി ഓസിലേറ്ററിൻ്റെ ലിമിറ്റേഷൻസ്. പ്രധാനമായും 2 ലിമിറ്റേഷൻസ് ആണ് നമുക്ക് നോക്കാനുള്ളത്. ഓരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യത്തേത്, എവറി ഇൻഡക്ടർ ആൻഡ് കപ്പാസിറ്റർ വിൽ ഓഫർ സം റെസിസ്റ്റൻസ്. ദിസ് കോസസ് എനർജി റോസ് ആസ് ഹീറ്റ്. The amplitude of oscillations goes on decreasing and the oscillations finally die out. എന്താണ് ഫസ്റ്റത്തെ പോയിന്റിൽ പറയുന്നത്? ഒരു റെസിസ്റ്ററിന് റെസിസ്റ്റൻസ് ഓഫർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഒരു ഇൻഡക്ടറിനും കപ്പാസിറ്ററിനും റെസിസ്റ്റൻസുകൾ ഓഫർ ചെയ്യാനായിട്ട് പറ്റും. നമ്മൾ ഈ ചാപ്റ്ററിൽ തന്നെ പറഞ്ഞതാണ്, ഒരു ഇൻഡക്ടറിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് ആണ് ഇൻഡക്റ്റീവ് റിയാക്റ്റൻസ്, എൽ ഒമേഗ. XL = L ഒമേഗ. ഒരു കപ്പാസിറ്ററിന് ഓഫർ ചെയ്യാൻ പറ്റുന്ന റെസിസ്റ്റൻസ് ആണ് കപ്പാസിറ്റീവ് റിയാക്റ്റൻസ്, XC. XC = 1/C ഒമേഗ. ഈ എൽ സി ഓസിലേറ്ററിൽ 2 കമ്പോണൻസ് ആണുള്ളത്, ഒരു കപ്പാസിറ്ററും ഒരു ഇൻഡക്ടറും. ഈ 2 ആളുകളും എന്ത് ഓഫർ ചെയ്യും? റെസിസ്റ്റൻസ് ഓഫർ ചെയ്യും. റെസിസ്റ്റൻസ് ഓഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം, കറണ്ട് കടന്നു പോകുമ്പോൾ തീർച്ചയായിട്ടും ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഹീറ്റ് എന്ന് പറയുന്നത് ശരിക്കും എന്താ? ഒരു എനർജി ഫോമാണ്. അപ്പോൾ കപ്പാസിറ്ററിൻ്റെ ഉള്ളിൽ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന എനർജി ഇൻഡക്ടറിലേക്ക് പോകുമ്പോൾ കുറച്ച് എനർജി ഹീറ്റായിട്ട് എൻവയറമെൻറ്റിലേക്ക് പോകും. ഇനി ഇൻഡക്ടറിലുള്ള എനർജി തിരിച്ച് കപ്പാസിറ്ററിലേക്ക് പോകുമ്പോഴും കുറച്ച് എനർജി ഹീറ്റായിട്ട് പുറത്തേക്ക് പോകും. അപ്പോൾ ഓരോ പ്രാവശ്യവും എനർജി ഓസിലേറ്റ് ചെയ്യുമ്പോൾ കുറേശ്ശെ എനർജി പുറത്തേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഏറ്റവും അവസാനം ആ എനർജി മുഴുവൻ പുറത്തേക്ക് റേഡിയേറ്റ് ചെയ്തു പോയി ആ ഓസിലേഷൻ ഡൈ ഔട്ട് ആവും. അതാണ് ആദ്യത്തെ പോയിന്റ് പറയുന്നത്. ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് ഓസിലേഷൻസ് ഗോസ് ഓൺ ഡിക്രീസിങ്. അതായത് വളരെ വലിയ രീതിയിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന വളരെ വലിയ ആംപ്ലിറ്റ്യൂഡിൽ ഓസിലേറ്റ് ചെയ്തുകൊണ്ടിരുന്ന ആ എനർജി അവിടെ ആംപ്ലിറ്റ്യൂഡ് കുറയുകയും ദ ഓസിലേഷൻസ് ഫൈനലി ഡൈ ഔട്ട്. അവസാനം ആ ഓസിലേഷൻസ് നിൽക്കുകയും ചെയ്യും. ഇതാണ് നമ്മുടെ ആദ്യത്തെ പോയിന്റ്. വളരെ ചുരുങ്ങിയ വേർഡുകളിൽ പറയുകയാണെങ്കിൽ, കപ്പാസിറ്ററും ഇൻഡക്ടറും റെസിസ്റ്റൻസ് ഓഫർ ചെയ്യുന്നു. അത് കാരണം ഹീറ്റ് ഉണ്ടാകുന്നു, ഹീറ്റ് പുറത്തേക്ക് പോകുന്നു. ആ സിസ്റ്റത്തിലുള്ള എനർജി കോൺസ്റ്റൻ്റ് അല്ലാതാകുന്നു. ആ സിസ്റ്റത്തിൻ്റെ എനർജി പുറത്തേക്ക് ഹീറ്റായിട്ട് പോകുന്നു. അങ്ങനെയെങ്കിൽ കുറേ നേരം കഴിയുമ്പോൾ എനർജി മുഴുവൻ തീരും, ആ ഓസിലേഷൻസ് അവിടെ ഡൈ ഔട്ട് ആവും. ഇതാണ് ഫസ്റ്റത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ്, ഈവൻ ദ റെസിസ്റ്റൻസ് വേർ 0, ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം വുഡ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. ഇറ്റ് ഈസ് റേഡിയേറ്റഡ് അവേ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. ശരിക്കും ഈ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് എന്ന് പറയുന്നത് 8th ചാപ്റ്ററാണ്. നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 7th ചാപ്റ്ററും. 8th ചാപ്റ്ററിൽ നിങ്ങൾ പഠിക്കും, ഒരു EM വേവിനെ, ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ജനറലായിട്ട് പറയുകയാണെങ്കിൽ ഒന്നില്ലെങ്കിൽ ഒരു ചാർജിനെ ആക്സലറേറ്റ് ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ഒരു ചാർജിനെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുക. ഇതാണ് ഒരു EM വേവ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ടുള്ള ജനറൽ മെത്തേഡ്. ഇവിടെ നമ്മൾ ചാർജുകളെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കുന്നുണ്ട്. അതായത് ഒരു LC ഓസിലേറ്ററിന് വേണമെങ്കിൽ ചാർജുകളെ ഓസിലേറ്റ് ചെയ്യിപ്പിക്കാനും അതേ രീതിയിൽ തന്നെ ഒരു ഇലക്ട്രോ മാഗ്നറ്റിക് വേവിനെ പ്രൊഡ്യൂസ് ചെയ്യാനും പറ്റും. ഓസിലേറ്റ് ചെയ്യുന്ന ചാർജുകൾ പുറത്തേക്ക് എന്ത് പ്രൊഡ്യൂസ് ചെയ്യും? ആ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് പ്രൊഡ്യൂസ് ചെയ്യും. അങ്ങനെയെങ്കിൽ LC ഓസിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് എന്ത് പോകുന്നുണ്ടായിരിക്കും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പോകുന്നുണ്ടായിരിക്കും. ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾക്ക് എനർജിയെ ക്യാരി ചെയ്യാൻ പറ്റും. ചുരുക്കി പറയുകയാണെങ്കിൽ LC ഓസിലേറ്ററിൽ നിന്ന് പുറത്തേക്ക് EM വേവ് പോകുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആ LC ഓസിലേറ്ററിൽ നിന്ന് കുറച്ച് എനർജി പുറത്തേക്ക് പോകുന്നുണ്ട് എന്നാണ് അർത്ഥം. അപ്പോൾ ഓരോ പ്രാവശ്യവും ചാർജുകൾ ഓസിലേറ്റ് ചെയ്യുമ്പോൾ EM വേവുകൾ, ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനനുസരിച്ച് LC ഓസിലേറ്ററിൻ്റെ എനർജി കുറഞ്ഞുകൊണ്ടേയിരിക്കും. നേരത്തെ പറഞ്ഞതുപോലെ ഏറ്റവും അവസാനം എനർജി കുറഞ്ഞ് ഏറ്റവും അവസാനം ആ ഓസിലേഷൻസ് ഡൈ ഔട്ട് ആവും. ഇതാണ് നമ്മുടെ രണ്ടാമത്തെ പോയിന്റ്. റെസിസ്റ്റൻസ് 0 അല്ലെങ്കിൽ കൂടി, ഇവിടെ റെസിസ്റ്റൻസ് ഉള്ളത് കൊണ്ടാണ് ഹീറ്റിൻ്റെ ഫോമിൽ പുറത്തേക്ക് പോകുന്നത്. ഇനി റെസിസ്റ്റൻസ് ഇല്ല എന്ന് തന്നെ വിചാരിച്ചു കഴിഞ്ഞാലും യാതൊരു വിധത്തിലുള്ള രക്ഷയില്ല. കാരണം ദ ടോട്ടൽ എനർജി ഓഫ് ദ സിസ്റ്റം വുഡ് നോട്ട് റിമെയിൻ കോൺസ്റ്റൻറ്റ്. റെസിസ്റ്റൻസ് 0 ആയിക്കഴിഞ്ഞാലും ടോട്ടൽ എനർജി അവിടെ എന്തായിരിക്കില്ല? കോൺസ്റ്റൻ്റ് ആയിരിക്കില്ല. കാരണം എന്താ? ഓസിലേറ്റ് ചെയ്യുന്ന ചാർജുകൾ പുറത്തേക്ക് എന്ത് റേഡിയേറ്റ് ചെയ്യും? ഇലക്ട്രോ മാഗ്നറ്റിക് വേവുകൾ റേഡിയേറ്റ് ചെയ്യും. ദെൻ ഇറ്റ് ഈസ് റേഡിയേറ്റഡ്. ഇറ്റെന്ന് ഉദ്ദേശിച്ചത് LC ഓസിലേറ്റർ ആണ്. LC ഓസിലേറ്റർ റേഡിയേറ്റഡ് അവേ ദ ഫോം ഓഫ് ദ എനർജിയാണ് കേട്ടോ. എനർജി ഈസ് റേഡിയേറ്റഡ് അവേ ഇൻ ദ ഫോം ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ്. റെസിസ്റ്റൻസ് 0 ആണെങ്കിലും LC ഓസിലേറ്ററിൻ്റെ ഉള്ളിലെ എനർജി ഒരിക്കലും കോൺസ്റ്റൻ്റ് ആവുകയില്ല. കാരണം
പുറത്തേക്ക് എന്ത് പോകുന്നുണ്ട്? ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ പോകുന്നുണ്ട്. ഇലക്ട്രോമാഗ്നറ്റിക് വേവുകൾ കുറച്ച് എനർജിയും കൂടി എടുത്തുകൊണ്ടാണ് പുറത്തേക്ക് പോവുക. അങ്ങനെയെങ്കിൽ എൽ സി ഓസിലേറ്ററിൻ്റെ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ എനർജി കണ്ടിന്യൂസ് ആയിട്ട് കുറഞ്ഞു വരും. ഏറ്റവും അവസാനം എൽ സി ഓസിലേഷൻസ് ഡൈ ഔട്ടായി പോവുകയും ചെയ്യും. ഇതാണ് നമുക്ക് പഠിക്കാനുള്ള 2 ലിമിറ്റേഷൻസ്.